ഹലോ. ഇത് ഞാൻ ആകെ ടയേർഡായി ഭയങ്കര ക്ഷീണിച്ചെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മുടെ ഫ്രണ്ട് മുറ്റാണേ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് സ്പേസ് ഇല്ല, ഒന്നും വെക്കാനുള്ള സ്പേസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇത് ഞങ്ങളുടെ ഫ്രണ്ട് മുറ്റാണ്. ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഞാനവിടെല്ലാം ചെത്തി ചെത്തി ഒരുക്കിയതാണ്. നിങ്ങൾക്കതൊരിക്കലായിട്ട് തോന്നില്ലായിരിക്കും, പക്ഷേ ഞാനിങ്ങനെയൊക്കെയാണ് കേട്ടോ. എനിക്കിങ്ങനെയൊക്കെ അറിയുള്ളൂ. നമുക്കറിയാവുന്ന പണിയാണ് നാം ഇത് ചെയ്തുകൊണ്ടത്. മുഴുവൻ വൃത്തികേടായിട്ട് കിടക്കാം കേട്ടോ. മുറ്റത്തെ എല്ലാം റെഡിയാക്കാനുണ്ട്. ഈ ചെടികൾ, ആ നിൽക്കുന്ന ചെടിയുണ്ടോ, ആ ചെടിയെല്ലാം ഈ മുറ്റത്തിൻ്റെ എറമ്പത്തൂടെ ആ സൈഡിലൊക്കെ നിന്നിരുന്ന ചെടിയാണ് കേട്ടോ. ഞാനതെടുത്ത് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചു, ചട്ടിക്കകത്തേക്ക് മാറ്റി. കാരണം അറിയാലോ, നമ്മുടെ ട്രേക്കകത്ത് നമ്മുടെ തൈകൾ വളരുന്നുണ്ട്. നമുക്ക് സ്പേസ് ഇല്ലയെന്ന് പറഞ്ഞിരുന്നു. ഞാൻ വാടക വീടാണെന്നാണെന്നല്ലോ ഞാൻ പറഞ്ഞിരുന്നേ. സ്പേസ് ഇല്ലയെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒരു ചെത്തി ഒരുക്കി എടുത്തപ്പോഴത്തേനും ഇവിടെയൊക്കെ സ്പേസ് ആയി കേട്ടോ. പ്ലാസ്റ്റിക്കൊക്കെ പെറുക്കി കളയാനുള്ളതാണേ. ഇവിടെ എല്ലാം സ്പേസ് ഞാൻ കൊണ്ടുവരുത്തിച്ചു. ഇവിടെ ഒരു ആടലോടൊക്കെ നിൽപ്പുണ്ടായിരുന്നു, അത് ഞാൻ വെട്ടി ദൂരെ കളഞ്ഞു കേട്ടോ. പക്ഷേ ബാക്കിൽ വേറെ നിൽപ്പുണ്ട്, നമുക്ക് വേറെ ഉള്ളതുകൊണ്ടാണ് ഞാനത് വെട്ടിക്കളഞ്ഞതേ. ഇവിടെ എല്ലാം വെട്ടി വൃത്തിയാക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഗ്രോ ബാഗിൻ്റെ ആവശ്യമില്ലയെന്ന് തോന്നുന്നു. ഈ ഒരു മണ്ണിനകത്ത് നട്ട് വെക്കാവുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഇതൊന്നും ഞാൻ പിന്നെ കളഞ്ഞില്ല. ഇതൊക്കെ പിന്നെ ഭയങ്കര വേരങ്ങോട്ടോ അപ്പടി ഉറച്ച് പോയ ചെടികളൊക്കെയാണ്. നമ്മുടെ തൂമ്പ ഇതാണ് നമ്മുടെ തൂമ്പ. അത് ഒത്തിരി വർഷമായിട്ടുള്ള തൂമ്പ. അതിനൊരു ഇളക്കമൊക്കെ ഉണ്ട്. ഇനിയിപ്പം ഞാനത് വെട്ടിപ്പറിച്ചിട്ട് ഇനി അത് ഇളകിപ്പോയിട്ടുണ്ടെങ്കിൽ അച്ഛൻ വരുമ്പം അതിൻ്റെ ബാക്കി ഞാൻ കേൾക്കണം. അച്ഛനിന്ന് രാവിലെ എല്ലാത്തിനും കൂടിത്തരാമെന്നൊക്കെ പറഞ്ഞതായിരുന്നു. പക്ഷേ ഞായറാഴ്ച ആയതുകൊണ്ട് അച്ഛനിന്ന് വീട്ടിലോട്ടല്ലോ എന്നുള്ള സന്തോഷത്തിലായിരുന്നു ഞാൻ. പക്ഷേ ഇതാണ്ട് കിടക്കുന്നു. അച്ഛനെ അപ്പം താഴത്തൊരുവിലെ ചേട്ടന് കുറച്ച് മുളക് നിൽപ്പുണ്ട്, അതൊന്ന് പറിച്ച് തരുമോ, കുരുമുളകേ അത് നിൽപ്പുണ്ടെന്ന് പറിച്ച് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ആ വഴിക്ക് പോയി. പിന്നെ എൻ്റെ അനിയത്തിയാണ് കേട്ടോ ആ ഒരു ഭാഗം വൃത്തിയാക്കിയത്. അനിയത്തി ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്ന വരവാണ്. അവിടെ നിൽപ്പുണ്ട്. പിന്നെ ബാക്കി ഭാഗമെല്ലാം അവിടെ ചെത്തി വൃത്തിയാക്കിയതാണ് ഈ കാണുന്നത്. കരിയാപ്പൻ തൈ കേട്ടോ. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അറിയില്ല. നമ്മൾ 11 മാസത്തിനാണ് ഇത് വാടക വീട് എടുത്തേക്കുന്നത്. മറ്റേ വാടക കരാറ് പുതുക്കിയേക്കുന്നത്. 3 കറിവേപ്പിൻ തൈയുണ്ട്. 3 അല്ല 4 ഉണ്ട്. അവിടെ അപ്പുറത്തൊരെണ്ണം നിൽപ്പുണ്ട്. ഇതിപ്പം ഞാൻ മുറ്റം ചെത്തി ഒരുക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഗ്രോ ബാഗിൻ്റെ ആവശ്യമില്ല കേട്ടോ. കാട് പോലെ കിടക്കുന്ന ഇതുകൊണ്ടല്ലോ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇതുവരെ കമൻറ്റൊന്നും കിട്ടിയിട്ടില്ല. കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവരും എല്ലാം കമൻറ്റ് ചെയ്യും കേട്ടോ. ഇതൊരു തരം ചീരയാണ്. എന്ത് ടൈപ്പ് ചീരയാണ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ റോസച്ചെടി ഇനി ഇവിടേക്കായിരിക്കും എൻ്റെ ഗ്രോ ബാഗ് വെക്കണം, പാവൽ വെക്കണം. ഇവരെല്ലാം എങ്ങനെയൊക്കെ നടാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് ഈ വീടിൻ്റെ ഈ ഒരു മുകൾ വശത്തെ ഈ ഒരു ചാർത്തിലേക്ക് ബാക്കി വള്ളി കൊടുക്കാമെന്നുള്ള രീതിയിലാണ് ഓർത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ഈവനിങ്.